UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഔദ്യോഗികമായി യു ഡി എഫ് നേതാക്കൾ അല്ല, കോൺഗ്രസ് നേതാക്കൾ പറയുന്ന മറുപടി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ്. ഈ ഹൈക്കമാൻഡ് എങ്ങനെയാണ് തീരുമാനിക്കുക എന്ന ചോദ്യത്തിന് അത് KC വേണുഗോപാൽ നിശ്ചയിക്കും. കാരണം AICCയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്. അപ്പോൾ ആ AICCയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി, അതിനേക്കാൾ ഉപരി രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ ആൾ, ഈ ഘടകങ്ങൾ KC വേണുഗോപാലിന് അനുകൂലമാണ്. KC വേണുഗോപാലിന് താല്പര്യവുമുണ്ട്. മുസ്ലിം ലീഗ് അതിന് പിന്തുണ നൽകുകയും ചെയ്യുമെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കഴിഞ്ഞ 5 വർഷം UDFനെ നയിച്ചതും UDFനെ ഒരു ഉറങ്ങിപ്പോയോ ഇല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു തുടർഭരണത്തെ തുടർന്ന് 5 വർഷം കഴിഞ്ഞ് അധികാരമേൽക്കാമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിലിരിക്കെ അങ്ങേയറ്റം നിരാശയിലേക്ക് പോയ അണികളെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകൾ എന്നിവയിലൊക്കെ സജ്ജമാക്കി വളരെ സമരോത്സുകമായി അവസാന കാലഘട്ടങ്ങളിൽ ഉറപ്പാണ്. കഴിഞ്ഞ 1 വർഷമായി ഈ അടുത്ത് വരുന്നത് UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് എന്ന് വിശ്വസിപ്പിച്ച് അതിനായി അവരെ കൊണ്ട് പണിയെടുപ്പിച്ച ഒരാൾ എന്നുള്ള നിലയിൽ നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല. അത് മാത്രമല്ല, കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ഗ്രൂപ്പും അതിൻ്റേതായ വഴക്കങ്ങളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായിരിക്കുകയും ആ പ്രതിപക്ഷ നേതാവായിരിക്കെ സർക്കാരിനെ മുട്ടുകുത്തിക്കുന്ന ഒരുപാട് വിവാദങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. കോടതിയിൽ പോയി ഒരുപാട് തിരിച്ചടികൾ സർക്കാരിന് നേടിക്കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അത്തരം ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവായിരിക്കെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണയും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല തുടരും എന്നായിരുന്നു പലരും കരുതിയത്. പക്ഷേ അവിടെ നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന വളരെ കുറച്ച് പേർ, അത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ അതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള കണക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു വ്യക്തമായ പോയിട്ട് ആകെയുള്ള അംഗങ്ങളിൽ വളരെ കുറച്ച് ആളുകളുടെ പിന്തുണ മാത്രം ഉണ്ടായിരുന്ന VD സതീശനെ കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ നേതാവായി അവരോധിക്കുകയായിരുന്നു. എന്നിട്ടും ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുള്ള അക്കാലത്ത് ഉമ്മൻചാണ്ടിയുടെ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അക്കാലത്ത് ഏറ്റവും ശക്തമായ, സംസ്ഥാനത്ത് വളരെ ശക്തമായ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് VD സതീശനെ പ്രതിപക്ഷ നേതാവായി ഹൈക്കമാൻഡ് അവരോധിച്ചത്. അപ്പോൾ ആ രീതിയിൽ കഴിഞ്ഞ തവണ കാട്ടിയ ആ ഒരു നന്ദികേടാണോ അല്ലെങ്കിൽ ഒരു മെറിറ്റ് പരിഗണിക്കപ്പെടാതെ പോയ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയെ ഇത്തവണ വീണ്ടും പരിഗണിക്കണമെന്നുള്ളൊരു ആവശ്യം വളരെ ശക്തമായി ഉയർന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല കാരണം ഈ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ നിയമസഭാ കക്ഷിയിലുള്ള ഈ കോൺഗ്രസിനെ നയിക്കുന്നവരിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ലെയിമുണ്ട്. ആ ക്ലെയിം വെച്ചിട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് കരുതുന്നവരുണ്ട്. VD സതീശനുണ്ട്. പിന്നെ ഇദ്ദേഹം സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിൻ്റെ താല്പര്യം. പക്ഷേ ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഘടകകക്ഷികളുടെ ഒരു താല്പര്യമുണ്ട്. ഘടകകക്ഷികളുടെ താല്പര്യം എത്രമാത്രം അവഗണിക്കാമെന്നുള്ളത് കോൺഗ്രസ്സിന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. UDFന് ഒരു 90 സീറ്റിന് മേലിലാണ് കിട്ടുന്നതെങ്കിൽ ഘടകകക്ഷികളുടെ താല്പര്യം പരിഗണിക്കാത്ത ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതേസമയം വളരെ കുറഞ്ഞ നേരിയ മാർജിനിലാണ് UDFൻ്റെ വിജയമെങ്കിൽ ഘടകകക്ഷികളുടെ താല്പര്യം കൂടി കണക്കിലെടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാർ തന്നെ അതിന് വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ലീഗ് ഇപ്പോൾ തന്നെ ഭരണത്തിൽ ഇടപെട്ട് കഴിഞ്ഞു എന്ന നിലയിലുള്ള ഒരു വിമർശനവും അതേ തുടർന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി. അപ്പോൾ ഇതൊക്കെ വച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഒരു തർക്കവും, കാരണം ഇപ്പോൾ
ആരാണ് ജയിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും ഉണ്ടാകാത്ത ഘട്ടത്തിൽ, ഇല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ മാത്രം വന്ന അവസ്ഥയിലും അതിനു മുമ്പും തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇന്നയാൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് അവർക്കായിട്ട് വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞു. ചെറിയ ഒരു ഉദാഹരണം കൂടെ പറയാം. കഴിഞ്ഞ തവണ കൊച്ചി നഗരസഭയിൽ മേയറെ തിരഞ്ഞെടുക്കാൻ, അനിൽകുമാർ എന്നുള്ള മേയറെ തിരഞ്ഞെടുക്കാൻ അവരുടെ പാർട്ടിയുടെ കമ്മിറ്റി കൂടി, CPM-ൻ്റെ പാർട്ടിയുടെ കമ്മിറ്റി കൂടി ഏതാണ്ട് അരമണിക്കൂറിൻ്റെ താമസമേ ഉണ്ടായുള്ളൂ. അവിടെ ഒരു പേര് വന്നു, അത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടു, അതങ്ങ് വന്നു. പക്ഷേ ഇത്തവണ അത് ഒരു മതത്തിൻ്റെ അവകാശവാദം വരുന്നു. ആ മതത്തിൻ്റെ തന്നെ ഇന്ന പ്രദേശത്തിൻ്റെ രൂപത അല്ലെങ്കിൽ പള്ളിയിലുള്ളവരുടെ അവകാശവാദം വരുന്നു. അങ്ങനെ വരുന്നു. അവിടെ യഥാർത്ഥത്തിൽ KPCC ജനറൽ സെക്രട്ടറിയായ ഒരാളിനെയാണ് നഗരസഭയിലേക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മേയറാക്കുക എന്ന് തീരുമാനിച്ചു മത്സരിപ്പിച്ച ഒരാൾ അവിടെ വിജയിച്ചു വന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ആ ജനറൽ സെക്രട്ടറി അപ്രത്യക്ഷമാകുന്നു, മതം പറയുന്ന ഒരാൾ വരുന്നു. ആ വന്ന ആൾ ചുമതലയേറ്റിട്ട് ആദ്യമായി പറയുന്നത് എന്നെ മേയറാക്കിയത് എൻ്റെ സഭയാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ നാടകങ്ങൾ ഏതാണ്ട് 4-5 ദിവസം വളരെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ജനം ഒരു തമാശ കഥയുടെ ലാഘവത്തോടെ ആസ്വദിച്ചു. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തും അത്തരം കഥകളും അതിനു വേണ്ടിയിട്ടുള്ള കാലുപിടുത്തങ്ങൾ, ഇല്ലെങ്കിൽ അത് തമാശ കഥയ്ക്കപ്പുറം നമ്മുടെ നാട്ടിൻ്റെ പുതിയ അവസ്ഥയെ കൂടി പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ വരുന്നത് സ്വാഭാവികമായിട്ടും വാർത്തയ്ക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു കാലമാണ്. UDF ആണ് അധികാരത്തിൽ വരികയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷവും നമുക്കറിയാം, ഒരു മന്ത്രി മറ്റൊരു മന്ത്രിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു ഘടകകക്ഷി മറ്റൊരു ഘടകകക്ഷിയെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. UDF അധികാരത്തിൽ വരുമെങ്കിൽ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ നിന്ന് വ്യത്യസ്തമാകും എന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ചത്തെ പ്രകടനങ്ങളിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഇതാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയ എന്നൊക്കെ വരുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണേണ്ടി വരിക തന്നെ ചെയ്യും.